Hello guys, welcome to Malu CA. Hope you're doing well. ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് അക്കൗണ്ടിങ് ടേംസ് പഠിക്കാം. ആദ്യം തന്നെ എൻറ്റൈറ്റി. എൻറ്റൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റർപ്രൈസ്, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ ഒരു ബിൽഡിങ്ങോ ഒക്കെ നമ്മൾ എവിടെയാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനാണ് എൻറ്റൈറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള ടേമാണ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ പോലെ എന്താ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ക്യാഷായിട്ട് നടത്തുന്ന എല്ലാ ഇവൻറ്റ്സിനും നമ്മൾ എന്താ പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ടേമാണ് ക്യാപിറ്റൽസ്. ക്യാപിറ്റൽസ് എന്ന് പറയുമ്പം നമ്മളെ ഈ ഓണേഴ്സ്, ഈ കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, അല്ലെങ്കിൽ എന്താണ് മണീസ് വെച്ചാൽ അപ്പം ഈ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി മാത്രമാവണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് ഒരു കമ്പ്യൂട്ടറോ ഫർണിച്ചറോ എന്തുവാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം മണിക്ക് തുല്യമായതും അത് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തോ അതെന്താണ് ക്യാപിറ്റലാണ്. അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ടേമാണ് എന്ത് ആസെറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ബിസിനസ് നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ടേക്ക് ഇറക്കുന്ന എല്ലാം എന്താണ് ആസെറ്റാണ്. ഓക്കെ, അത് ഈ ആസെറ്റ് നമ്മുടെ ഓണേഴ്സാണ് ഇറക്കുന്നതെങ്കിൽ അതെന്താണ് ക്യാപിറ്റലുമാണ്. ഓക്കെ, അങ്ങനെ ചെറിയ ഇൻ്റർ കണക്ഷൻസൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ആസെറ്റിന് എക്സാമ്പിളാണെന്ത് ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, ഗുഡ്സ്, ക്യാഷ് എക്സെട്ര. ഇതൊക്കെ എന്താണ് ആസെറ്റിന് എക്സാമ്പിൾസാണ്. ആ ഈ ആസെറ്റ് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിക്സ്ഡും പിന്നെ അത് കറണ്ടും. അപ്പോൾ ഫിക്സ്ഡ് ആസെറ്റ് എന്നും കറണ്ട് ആസെറ്റ് എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആസെറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഫിക്സ്ഡ് ആസെറ്റ്, കറണ്ട് ആസെറ്റ് എന്ന് പഠിക്കാം. ഫിക്സ്ഡ് ആസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ ബിസിനസ്സിൽ എന്താണ് കുറേ കാലത്തേക്ക് ഉള്ള ആസെറ്റിനാണെന്ന് പറയുന്നത് ഫിക്സ്ഡ് ആസെറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിച്ചെന്ന് വെച്ചോ, കാറെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലത്തേക്ക് യൂസ് ചെയ്യുമല്ലോ. ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു വെച്ചോ, ബിൽഡിംഗ് നമ്മൾ കുറേ കാലത്തേക്ക് യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ എന്താണ്, അതൊരു ഫിക്സ്ഡ് ആസെറ്റാണ്. ഈ കറണ്ട് ആസെറ്റ് എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ്. എന്താണ് ആസെറ്റ് വിച്ച് ആർ ഹെൽപ്പ് ഫോർ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ കുറഞ്ഞ സമയത്തേക്ക് മാത്രം നമ്മളുടെ അടുത്തുണ്ടാവുന്ന ആസെറ്റ്, അതിനാണ് എന്താ പറയുന്നത് കറണ്ട് ആസെറ്റ് എന്നാണ്. എക്സാമ്പിളാണ് ക്യാഷ്, സ്റ്റോക്ക്, റോ മെറ്റീരിയൽ. ഇതൊക്കെ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നതാണല്ലോ, അങ്ങനെ സാധനം വാങ്ങിക്കുന്ന അങ്ങനെ സർക്കിൾ ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താണ് കറണ്ട് ആസെറ്റാണ്. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് ആസെറ്റ്, എന്താണ് കറണ്ട് ആസെറ്റ് എന്നുള്ളത് ക്ലിയർ ആയി തോന്നുന്നു. ഈ ലയബിലിറ്റി എല്ലാവർക്കും അതിനല്ല ബാധ്യത. ഓഫ് കോഴ്സ് നമുക്ക് എന്താണ്, ഇനി ഒരാളടുത്ത് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതൊരു ബാധ്യതയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അടിച്ച് വീട്ടേണ്ട ഒരു എമൗണ്ട് ആണല്ലോ. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത. ഓക്കെ, അതത്രയേ ഉള്ളൂ. പിന്നെ ഈ ലയബിലിറ്റി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും. കറണ്ട് ലയബിലിറ്റി എന്താണ് അതിന് മറ്റൊരു പേരാണിത് ഷോർട്ട് ടേം ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റിൻ്റെ മറ്റൊരു പേരാണിത് ലോങ് ടേം ലയബിലിറ്റി. എന്താണ് ഈ കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും? കറണ്ട് ലയബിലിറ്റിയുടെ മറ്റൊരു പേരായിട്ടുള്ള ഷോർട്ട് ടേം ലയബിലിറ്റി തന്നെ അതിൻ്റെ ആ ഒരു മീനിങ് വരുന്നുണ്ട്. ഷോർട്ട് ടേം അതായത് ചെറിയ ടൈം പീരീഡിൽ നമ്മൾ തീർക്കേണ്ട ലയബിലിറ്റിയാണെന്ത്, അടച്ചു തീർക്കേണ്ട ലയബിലിറ്റിയാണെന്ത് കറണ്ട് ലയബിലിറ്റി. ഈ ലോങ് പീരീഡ് ഓഫ് ടൈം എടുത്തിട്ട് അടച്ചു തീർക്കേണ്ട ലയബിലിറ്റിയാണെന്ത് നോൺ കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ ഒരു ഡൗട്ടുണ്ട്, എന്താണ് ഒരു ഷോർട്ട് ടേം ലോങ് പീരീഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്? സിമ്പിളാണ്. ഇപ്പോൾ ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഒരു വിത്തിൻ 1 ഇയർ. ലോങ് ടേം എന്താണ്, അപ്പം 1 ഇയറിൻ്റെ എബവ് പോയാൽ അത് ലോങ് ടേമും, വിത്തിൻ 1 ഇയർ ആണെങ്കിൽ എന്താണ് ഷോർട്ട് ടേം. അപ്പോൾ ഇനി ഈ പറയുന്നതിലൊക്കെ എവിടെയെങ്കിലും ഷോർട്ട് ടേമോ ലോങ് ടേമോ കേട്ടാൽ എന്താണ് ഷോർട്ട് ടേം എന്ന് വെച്ചാൽ വിത്തിൻ 1 ഇയർ, ലോങ് ടേം എന്ന് വെച്ചാൽ എബവ് 1 ഇയർ. അത് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേക്കാം. കറണ്ട് ലയബിലിറ്റിൻ്റെ എക്സാമ്പിളാണ് എന്താ, നമ്മളിപ്പോൾ എന്താ പറയുക, ഈ
നമുക്ക് ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനും ലോങ് പീരീഡ് ഓഫ് ടൈമിന് ലോൺ എടുക്കാമല്ലോ. ഇപ്പോൾ ഷോർട്ട് പീരീഡിനാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് കറണ്ട് ലയബിലിറ്റിയിൽ എക്സാമ്പിളായി കൊടുക്കാം. ലോങ് പീരീഡിനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തെടുക്കാം, നോൺ കറണ്ട് ലയബിലിറ്റിയിലും കൊടുക്കാം. അപ്പോൾ സെറ്റായില്ലേ. ഇനി അടുത്ത ടേമാണ് എന്താ, ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഓണേഴ്സ് തന്നെ ബിസിനസ്സിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന മണിയോ അല്ലെങ്കിൽ മണി വർത്തായിട്ടുള്ള സംഭവം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ എന്തുണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതേപോലെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വെച്ചിരിക്കാം. അപ്പോൾ ആ ഒരു ഓണറിന് തോന്നുകയാണ് എൻ്റെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഓണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ കമ്പ്യൂട്ടർ അങ്ങ് എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ എന്താണ്, പുള്ളിക്കാരൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എടുത്തതല്ലേ, അപ്പോഴെന്താണ് ഡ്രോയിങ് ആണ്. അപ്പം ഇനി പൈസ എടുത്താണെങ്കിലും ഡ്രോയിങ് ആണ്. അപ്പം സ്വന്തം പേഴ്സണൽ യൂസിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന മണിയോ അല്ലെങ്കിൽ മണി വർത്തായിട്ടുള്ള സംഭവം ഓണേഴ്സ് ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ടേമാണ് സെയിൽസ്. സെയിൽസ് എന്നാൽ എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ അടുത്ത ടേമാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ സെയിലാകും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒന്നെങ്കിൽ സാധനങ്ങൾ ഗുഡ്സൊക്കെ സെയിൽ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എടുക്കുമ്പം എന്താണ്, അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം അവിടെ. അപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എന്താണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഹോസ്പിറ്റലാണെങ്കിൽ എന്താണ്, അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ സാധനം വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഗുഡ്സ് സെല് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇവരെന്തുണ്ടാക്കുന്ന റവന്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒന്നെങ്കിൽ സെയിൽസ് നടത്തിയിട്ടോ, സെയിൽസ് ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസ് കൊണ്ടോ നമ്മൾ ബിസിനസ് മുഖേന ഉണ്ടാക്കുന്ന എമൗണ്ട് ഓഫ് മണിയാണ് എന്ത് പറയുന്നത്, നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ടേമാണ് എന്ത്, എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഇൻക്വേർഡ് ആണ്. എക്സ്പെൻസസ് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ടേം തന്നെയാണല്ലോ, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതിനാണല്ലോ. അതായത് ഇപ്പോൾ നമ്മളെന്താ സാധാരണ ഇപ്പോൾ ഒരു റവന്യൂ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറേ എക്സ്പെൻസുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങാമെന്ന് വെച്ചിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു ഹോസ്പിറ്റലാകുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട്, ബെഡ് വാങ്ങിക്കണം, എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം, പിന്നെ അതേപോലെ ഡോക്ടേഴ്സിന് അപ്പോയിൻറ്റ്, നേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യണം, അങ്ങനെ ഇവർക്കൊക്കെ സാലറി കൊടുക്കണം, പിന്നെ അങ്ങനെ കുറേ എക്സ്പെൻസുകൾ ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ എന്താണ്, ബിസിനസ് വേണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്പെൻസും ഉണ്ടാവും, ആവശ്യങ്ങളുണ്ടാവും, ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, ചിലവാക്കേണ്ടി വരും. ആ ചിലവാക്കുന്ന സംഭവമാണ് എന്ത്, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ടേമിനാണല്ലോ. അതിന് എക്സാമ്പിളാണ് എന്താണ്, വേജസ്, സാലറി, അറിയുന്നല്ലേ. അടുത്ത ടേമാണ് വോച്ചർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ബില്ല് കിട്ടില്ലേ, അതെന്താണ്, ഒരു വോച്ചറാണ്. അപ്പോൾ വോച്ചർ എന്താണ്, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് കിട്ടി, അപ്പോൾ ആ ഒരു കിട്ടി അല്ലെങ്കിൽ വാങ്ങിച്ചതിന് തെളിവ് ഒരു ഡോക്യുമെൻ്റാണ്. ഓക്കെ, ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് എന്ത്, ഈ വോച്ചർ എന്ന് പറഞ്ഞത്. ഒരു കാര്യം വാങ്ങിച്ചാൽ നമുക്ക് ബില്ല് തരും, എന്തെങ്കിലുമൊക്കെ തരുമല്ലോ, ആ തരുന്ന ഡോക്യുമെൻ്റ് ഓഫ് എവിഡൻസ് ആണ് എന്ത്, വോച്ചർ എന്ന് പറഞ്ഞാൽ. എന്താകാം, ബില്ലാകാം, റെസീപ്റ്റ് ആകാം, എക്സെട്ര. മനസ്സിലായല്ലോ. പിന്നെ അടുത്ത ടേമാണ് പ്രോഫിറ്റ്. സിംപ്ലി പറഞ്ഞാൽ ലാഭം. പിന്നെ ലോസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പ്രോഫിറ്റ് എന്താ, എപ്പോഴും എക്സ്പെൻസ് റവന്യൂവിനേക്കാളും കൂടുമ്പം പ്രോഫിറ്റ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസ് റവന്യൂവിനേക്കാളും കൂടുമ്പം അതെന്താണ്, ലോസ്. ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻസിനേക്കാളും കൂടുമ്പോൾ പ്രോഫിറ്റ്, ലോസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് റവന്യൂവിനേക്കാളും കൂടുമ്പോൾ ലോസ്. അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, ഗുഡ്സ് അറിയാമല്ലോ. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അവിടെ വിൽക്കുന്നത്, നമ്മൾ എന്താണ് അവിടെ ഡീൽ ചെയ്യുന്നത്, അതാണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. അതത്രയേ ഉള്ളൂ. പിന്നെ പർച്ചേസ് എല്ലാവർക്കും അറിയുന്ന ടേം തന്നെയല്ലേ, വാങ്ങിക്കുന്നു, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഗുഡ്സ് വിൽക്കുമ്പം
ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ സെയിൽസിന് വെക്കുന്ന ഗുഡ്സിനാണ് എന്താ പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതൊക്കെ അത്രയേ ഉള്ളൂ. സ്റ്റോക്ക് തന്നെ കുറച്ച് ടൈപ്പായിട്ട് പറയുന്നുണ്ട്. എന്താ, ക്ലോസിങ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കുമായിട്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിങ് സ്റ്റോക്കും എന്ന് പഠിക്കാം. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡ്, ഓക്കെ, ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ടൈം പീരീഡ് ആകാം. ഓക്കെ, അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മേ ബി ജാനുവരി തൊട്ടിട്ട് സെപ്റ്റംബർ അല്ലെങ്കിൽ ജാനുവരി തൊട്ടിട്ട് ഡിസംബർ. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ സ്റ്റാർട്ടിങ്ങിൽ, ഫോർ എക്സാമ്പിൾ ജാനുവരി 1 നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടിങ് പീരീഡ് സ്റ്റാർട്ടിങ്ങും ഡിസംബർ 30 നമ്മൾ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ജാനുവരി 1 അന്ന് നമ്മുടെ ബിസിനസ്സിലുള്ള ഗുഡ്സിനാണ് എന്താ പറയുന്നത്, ചിലവാവേണ്ട കിടക്കുന്ന അൺസോൾഡ് ആയിട്ട് നിൽക്കുന്ന ഗുഡ്സിനാണ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് പീരീഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അൺസോൾഡ് ആയിട്ട് നിൽക്കുന്ന ഗുഡ്സിനാണെന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്, ഈ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഏറ്റവും അവസാനം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ടൈം പീരീഡ് വെച്ചിട്ട് ഡിസംബർ 31. അപ്പോൾ ഡിസംബർ 31 അൺസോൾഡ് ആയിട്ട് നിൽക്കുന്ന, അവസാന ടൈമിൽ അൺസോൾഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഗുഡ്സിനാണെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറയുന്നത്. പിന്നെ അടുത്ത ടേമാണ് ഡെബ്റ്റർ, ക്രെഡിറ്റർ. ഇത് അത്യാവശ്യം ഒരു കോമൺ ടേമാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ അക്കൗണ്ട്സിലൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന 2 ടേംസാണ് ഈ ഡെബ്റ്ററും ക്രെഡിറ്ററും. ഈ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ ഡെബ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ആളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഒരു 1000 രൂപ കടം വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് അയാൾ എന്താണ്, നമ്മളെ ഡെബ്റ്ററാണ്. ഡെബ്റ്റർ ഇപ്പോൾ എന്താണ്, ആസെറ്റാണ്. കാരണം അയാൾ നമുക്ക് പൈസ തരാനുണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് അയാളെ കൊണ്ട്. ആസെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് വേണം. അതേപോലെ അപ്പോൾ നമുക്ക് ഡെബ്റ്റ് ഫ്യൂച്ചറിൽ ബെനിഫിറ്റിലുള്ള ഡെബ്റ്റ് എന്താണ്, നമ്മൾ ആസെറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, പുള്ളിക്കാരൻ നമുക്ക് പൈസ തരാനുണ്ട്. അപ്പോൾ നമ്മൾ ഡെബ്റ്റർ, ബിസിനസ്സിന് വേണ്ടി കടം വാങ്ങിച്ചു, നമുക്ക് തരാനുണ്ടാവും ഡെബ്റ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരാളടുത്ത് പോയിട്ട് കടം വാങ്ങിച്ചു ഒരു 1000 രൂപ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് അയാൾ എന്താണ്, ക്രെഡിറ്ററാണ്. നമുക്ക് അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്താണ്, അയാൾ ക്രെഡിറ്ററാണ്. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാളുടെ നിന്ന് കടം വാങ്ങിച്ചു, നമുക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് അയാൾ ക്രെഡിറ്ററും. ഇനി അഥവാ നേരെ തിരിച്ച് നമ്മളെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ച ഒരാൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ നമ്മളെ സംബന്ധിച്ച ആളെന്നാണ് ഡെബ്റ്ററും ആയിരിക്കും. ഐ തിങ്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്താ, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഇത് മെച്ചത്തിന് മനസ്സിലാക്കി വെച്ചാൽ മതി. വലിയ കാര്യം പോലെ അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ എന്താ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ മക്കളെ, വേറെ ഒന്നുമില്ല. ഇപ്പം കുറേ ട്രാൻസാക്ഷൻസൊക്കെ നടക്കും ഒരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു മീനിങ് മനസ്സിലാകുന്ന ഫോമിൽ മാറ്റിയെടുക്കുന്നതാണ് എന്ത്, അക്കൗണ്ടിങ് തന്നെ. അപ്പോൾ ഒരു വലിയ ബിസിനസ്സൊക്കെ ആയി കഴിയുമ്പോൾ എന്താണ്, കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഈസിയസ്റ്റ് ഫോമിലേക്കുള്ള ഒരു ഇതാക്കി കൊടുക്കുന്നതാണെന്ന് സിമ്പിളി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ്, അതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പം ഈ ട്രാൻസാക്ഷൻസും ഈവൻറ്റ്സൊക്കെ ഒരു പെർട്ടിക്കുലർ സിഗ്നിഫിക്കൻറ്റ് മാനർ, അതായത് ഒരു പ്രത്യേക രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുക, അതായത് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അങ്ങനെ 3 സ്റ്റെപ്പ് വൈസായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ എന്താണ്, റെക്കോർഡ് ചെയ്യാൻ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഈ കാര്യങ്ങൾ, അതിപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. എവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന, ജേണലിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജേണലിൽ റെക്കോർഡ് ചെയ്യുക. പിന്നെ ക്ലാസിഫൈ ചെയ്യുക, വേർതിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ്, സോറി മക്കളെ, ലെഡ്ജർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പാണെന്ത്, സമ്മറൈസിങ് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് ചെയ്തിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലോസ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് സിംപ്ലിഫൈ ആയിട്ടുണ്ട്. ഒരാൾക്ക് ബാലൻസ് ഷീറ്റ് ഇതൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് നമ്മളെ ഈ
അവസ്ഥ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ഈ ബിസിനസ്സിൽ എന്താ നടക്കുന്ന ട്രാൻസാക്ഷൻസൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് എന്ത്, ഫോമിലോട്ടേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് എന്ത്, അക്കൗണ്ടിങ്. ഐ ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടെന്ന്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത്, അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ്, ആസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതങ്ങനെ പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇനിയിപ്പോൾ ക്യാപിറ്റൽ കാണാൻ ചോദിച്ചാൽ എന്താണ്, സിമ്പിളാണ്, നമുക്കറിയാമല്ലോ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ. അപ്പോൾ എന്താണ്, ക്യാപിറ്റലാണോ കാണാൻ ചോദിച്ചെങ്കിലോ ആസറ്റ് മൈനസ് ലയബിലിറ്റി. ഇനിയിപ്പോൾ ലയബിലിറ്റി ആണെങ്കിലോ ആസറ്റ് മൈനസ് ക്യാപിറ്റൽ. നമുക്കറിയാം പ്ലസ് ഉള്ള സാധനം അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, മൈനസ് ആവും. ആ ഒരു ലോജിക്കും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സിംപ്ലി ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ള ഇക്വേഷൻ നമുക്ക് ഓടിക്കോളും. അപ്പോൾ എന്താണ്, ആസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് എന്ത്, അക്കൗണ്ടിങ് ഇക്വേഷൻ. പിന്നെ അടുത്ത സംഭവമുണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ഡെബിറ്റ് ക്രെഡിറ്റ്, അതെന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ്? ഓ, ഇതായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഡെബ്റ്റർ ക്രെഡിറ്റർ. അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല മക്കളെ. ഓക്കെ, ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചിപ്പിക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ നമ്മളൊരു കുറേ ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബിസിനസ് ട്രാൻസാക്ഷന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണോ റൈറ്റ് ഹാൻഡ് സൈഡിലാണോ എഴുതണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും. ഓക്കെ, ഇനി അടുത്തയാണെന്ത്, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഡെബിറ്റിനും ക്രെഡിറ്റിനും കുറച്ച് റൂൾസ് ഉണ്ട്. ആദ്യം പറയട്ടെ, ഈ ഡെബിറ്റോ ക്രെഡിറ്റൊക്കെ എവിടെ വരിക? ഈ ഡെബിറ്റ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എവിടെ വരിക, നമ്മുടെ ബുക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും. ഈ ക്രെഡിറ്റ് എപ്പോഴും എവിടെ വരിക, റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. അത് എപ്പോഴും ആ ഒരു ഫോർമാറ്റിലേ വരൂ. ഡെബിറ്റ് അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ക്രെഡിറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, അതങ്ങനെ വരത്തുള്ളൂ. ഇനി കുറച്ച് റൂൾസൊക്കെ ഉണ്ട്, അത് പഠിക്കാം നമുക്ക്. ആസറ്റ് കൂടിയാണ് എന്താ ചെയ്യണത്, ഡെബിറ്റ് ചെയ്യണം. കുറഞ്ഞാലോ ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടിയാണ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റലോ കൂടിയാൽ നമ്മൾ ക്രെഡിറ്റാണ് ചെയ്യണം. ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. കുറഞ്ഞ ഡെബിറ്റ് ചെയ്യണം. ഇത് പഠിക്കാനുണ്ട് സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആസറ്റും എക്സ്പെൻസും കൂടിയാൽ എന്താണ്, കൂടിയാൽ എന്താ ചെയ്യുക, ഡെബിറ്റാണ് ചെയ്യുക. അപ്പോൾ കൂടിയ ഡെബിറ്റാണ് ചെയ്യുന്നെങ്കിൽ കുറഞ്ഞ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ ആ രണ്ടെണ്ണം മാത്രം പഠിച്ചാൽ മതി. 5 ടേംസും രണ്ട് സംഭവം. അപ്പം ആസറ്റും എക്സ്പെൻസും എന്താണ്, കൂടി നമ്മളെപ്പോഴും ഡെബിറ്റാണ് ചെയ്യുക. അപ്പോൾ കുറഞ്ഞ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് ആയിരിക്കും. പിന്നെ ബാക്കി 3 ടേംസ് എന്നൊക്കെയാണ് ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം. അത് നേരെ ഇൻവേഴ്സാണ്. എന്താണ്, അത് കൂടി എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. കുറഞ്ഞാൽ ഡെബിറ്റും ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട സംഭവമാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാനും പറ്റും. പിന്നെ ഇത്രയൊക്കെ തന്നെ മതി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ. ഇപ്പം ബേസിക്കിൻ്റെ പാർട്ട് 1 എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, ടാറ്റാ.